തിരുവനന്തപുരത്തെ കരിക്കകത്ത് ദമ്പതികളെ ആക്രമിച്ചു. മലയൻകീഴ് സ്വദേശികളായ അനീഷ്, ഭാര്യ ആര്യ എന്നിവർക്കാണ് ഇപ്പോൾ മർദ്ദനമേറ്റെന്ന് വാർത്ത വരുന്നത്. ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്തതിന്റെ വിരോധത്തെ തുടർന്നാണ് ആക്രമണമെന്നാണ് പരാതി. പകർത്തിയത് നമ്മുടെ ഈ പരാതിക്കാരനായ അനീഷിന്റെ ഭാര്യ ആര്യയാണ്. ആര്യയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ഏതായാലും വിചിത്രമായ സംഭവമാണ് കരിക്കകത്ത് ഇന്നലെ നടന്നത്. ഈ മലയൻകീഴ് സ്വദേശികളായ അനീഷിനും ഭാര്യ ആര്യയ്ക്കും കരിക്കകം പമ്പ് ഹൗസിന് സമീപം ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് കഴിഞ്ഞ 13-ാം തീയതി ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി അവിടെ ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. മാത്രവുമല്ല അനീഷിനോട് ഈ സ്ഥലത്തിൽ നിന്ന് 3 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അനീഷ് പറഞ്ഞു 3 സെന്റായി കൊടുക്കാൻ കഴിയില്ല, 10 സെന്റായി മാർക്കറ്റ് വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ സംഘം ഇത് അംഗീകരിച്ചില്ല എന്ന് മാത്രവുമല്ല തൊട്ടടുത്ത ദിവസം ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഒരു വിളക്ക് വെച്ചു. അങ്ങനെ പേട്ട പോലീസിൽ 13-ാം തീയതി അനീഷ് പരാതിയുമായി എത്തുന്നു. പേട്ട പോലീസ് വക്കീൽ നോട്ടീസായി ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറരുന്ന ആദ്യം ഒരു നോട്ടീസ് ഈ എതിർകക്ഷികൾക്ക് നൽകുന്നു. അതിനുശേഷം വീണ്ടും ഇവർ അതിക്രമിച്ച് കയറി വിളക്ക് കത്തിച്ചു. അതിനുശേഷം 17-ാം തീയതി കോടതിയിൽ അനീഷ് ഒരു ഇഞ്ചക്ഷൻ നൽകുകയും 17-ാം തീയതി കോടതി ഒരു ഹർജി നൽകുകയും 17-ാം തീയതി കോടതി അത് ഇഞ്ചക്ഷനായി ഈ ഭൂമിയിൽ ഇനി ഒരു തരത്തിലും അതിക്രമിച്ച് കയറരുതെന്നുള്ള ഇഞ്ചക്ഷൻ എതിർകക്ഷികൾ കഴിച്ചു. എന്നാൽ അത് വകവയ്ക്കാതെ 18-ാം തീയതി വീണ്ടും ഈ സംഘം അതിക്രമിച്ച് കയറി. ഇതിനെ തുടർന്ന് അനീഷും ഭാര്യ ആര്യയും കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്ത് ഗേറ്റ് സ്ഥാപിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ മർദ്ദന സംഭവം ഉണ്ടായത്. കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അതിക്രമ സംഭവങ്ങൾ നടന്നത്. അനീഷിനും ആര്യയ്ക്കും മർദ്ദനമേറ്റു. തുടർന്ന് പേട്ട പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായി ഈ കേസ് സംഭവം അന്വേഷിച്ച ഇതിൽ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് രാജേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിലേക്ക് അയക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടത്തിവരികയാണ്. ഏതായാലും ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തായതോടുകൂടി ഈ സംഭവത്തിൽ പോലീസ് ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്.